ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ വടവന്നൂരാണ്. വടവന്നൂരിലെ ഒരു കനാലോരമാണ്. വടവന്നൂർ ജംഗ്ഷന് അടുത്തുള്ള ഒരു കനാലോരം. ഇതൊരു പൊതു കനാൽ, പൊതു ഇടം വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഈ വീഡിയോയിലൂടെയും. എനിക്ക് ഇതിൽ ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. നമ്മുടെ നാട് വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കി സൗന്ദര്യവൽക്കരിച്ച് അവിടെ പൊതുജനങ്ങൾക്ക് ഇരിക്കാവുന്ന, വിശ്രമിക്കാവുന്ന ഒരു ലീഷർ ടൈം, ഒരു വിശ്രമ കേന്ദ്രമായി, ഒരു വഴിയോര വിശ്രമ കേന്ദ്രമായി ഇതുപോലുള്ള സ്ഥലങ്ങളെ മാറ്റിയെടുക്കേണ്ടതിന്റെ സമയം എന്നേ കഴിഞ്ഞു. ഇനിയെങ്കിലും അത് ചെയ്തെടുക്കണം. കാണാൻ തന്നെ നല്ല തണലോരം, നല്ല മരങ്ങൾ നിറഞ്ഞ ഒരു തണൽ പ്രദേശം. പക്ഷെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി നല്ല ഗംഭീരമാക്കി വിളക്കുവാലകളും ഗാർഡൻ ചെയറുകളും വേസ്റ്റ് ബിൻ അതൊക്കെ വിട്ട് നല്ല വൃത്തിയായി നല്ല പരിപാലിച്ച് നല്ല വെക്കുകയാണെങ്കിൽ തന്നെ ഇത് മനോഹരമായി ഒരു പൊതു ഇടമാക്കി വളർത്താവുന്നതാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഓരോ ഇതുള്ള കണ്ടെത്തി അവ വൃത്തിയാക്കി പരിപാലിക്കുകയാണ് ഇനിയുള്ള കാലത്ത് നാം ചെയ്യേണ്ടത്. ഇവിടെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഒരു പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വഴിയോര യാത്രക്കാർക്ക് ഒരു സമയം വിശ്രമിക്കാനുള്ള, കുറച്ചു സമയം വന്നിരിക്കാനുള്ള ഒരു ഇടമായി ഇതുപോലെ സ്ഥലങ്ങൾ വളർത്തി വെക്കേണ്ടതാണ്. എല്ലാവരും കൂടാതെ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ പ്രദേശവാസികൾക്ക് ജോലി കഴിയുന്ന വിശ്രമ സമയങ്ങളിൽ, അതായത് വൈകുന്നേരങ്ങളിൽ കുട്ടികളുമായോ കുടുംബമായോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായോ വന്ന് ഇവിടെ ഒരു അല്പസമയം ഇരിക്കാവുന്ന ഒരു പ്ലേസ് മേക്കിംഗ് ഒരു പുതിയ സംരംഭമാണിത്. പ്ലേസ് മേക്കിംഗ് അതിവിടെ നടത്തിയെടുക്കേണ്ടത് ഒരു പഞ്ചായത്താണ്. ഇത് പഞ്ചായത്തിന്റെ ചുമതലയാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊരു പൊതു ജലസേചന കനാലാണ്. ഈ കനാലോരം നല്ല വൃത്തിയാക്കി പരിപാലിച്ച് മരങ്ങൾ വെച്ച് ഗാർഡൻ ചെയർ, വിളക്കുവാലുകൾ, പുൽത്തകിട്, പിന്നെ നടക്കാനുള്ള നല്ല പാതകൾ, നല്ല നടപ്പാതകൾ എന്നിവയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ അതിമനോഹരമായിരിക്കും. നല്ല ഭംഗിയുള്ള കനാൽ. ഈ പറഞ്ഞൊക്കെ വെച്ച് പരിപാലിക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ആളുകൾ വരികയും ആ സ്ഥലം വളരുകയും ചെയ്യും. ആ സ്ഥലം എന്ന് ആക്റ്റീവായിരിക്കുകയും ചെയ്യും. ഈ സ്ഥലങ്ങളെ ഇങ്ങനെ കാട് പിടിച്ച് വെറുതെ കിടത്താതെ നല്ലതാക്കി പരിപാലിക്കേണ്ടതിന്റെ സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയം നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതു വേസ്റ്റുകളെല്ലാം, ചപ്പ് ചവറുകളെല്ലാം, നമ്മുടെ വീട്ടിലുള്ള ചപ്പ് ചവറുകളും എല്ലാ പൊതു ചപ്പ് ചവറുകളും എല്ലാം ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഡംപ് ചെയ്യുന്ന മൂലം ആ സ്ഥലം വൃത്തിഹീനമായി കിടക്കുന്നു. അത് മാത്രമല്ല, അത് വലിയ ആരോഗ്യപരമായ ദോഷത്തിലേക്കും അത് നയിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് വൃത്തിയാക്കി സൗന്ദര്യവൽക്കരിച്ച ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി രൂപപ്പെട്ടെടുക്കുക. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറു പാർക്കുകൾ, പിന്നെ ഈ കനാലിന് കുറുകെയുള്ള ഒരു ആർച്ച് ബ്രിഡ്ജ്, 2-3 ഭാഗങ്ങളിൽ ആർച്ച് ബ്രിഡ്ജ്, നല്ല ഒരു സെൽഫി സ്പോട്ട്, ഫോട്ടോ പോയിന്റ്, സെൽഫി സ്പോട്ട്
ഒരു ഫോട്ടോ സെക്ഷനുള്ള ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ആർട്ട്, ഒരു സ്റ്റാച്യു, അങ്ങനെ പല ക്രിയാരൂപങ്ങൾ, പല ഒരു ആർട്ട് മേക്കിംഗ് ഇവിടെ നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അഥവാ ഇത് ചെയ്ത ആളുകൾ വന്നാൽ അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ ഇത് ബാധിക്കരുത്. അതിനുള്ള മുൻകൂട്ടി കരുതി വേണം ഇതിനുള്ള ഒരു തീരുമാനമെടുക്കാൻ. പക്ഷെ എന്തു തന്നെയായാലും അത് ഇവിടെ ആ പ്ലേസ് മേക്കിംഗ് ഇവിടെ കൊണ്ടുവരണം. ഇതുപോലുള്ള സ്ഥലങ്ങള് കേരളത്തിൽ കുറേയുണ്ട്. ഓരോ പഞ്ചായത്തിലും അധികം സ്ഥലങ്ങളുണ്ട്. അത് ചെയ്യുന്നത് മൂലം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാകും. അത് ഉറപ്പ് തന്നെയാണ്. കാരണം അല്പസമയം ഇവിടെ വിശ്രമിക്കുമ്പോൾ അവിടെയുള്ള തിരക്ക് കുറയുന്നു. അതുപോലെ എല്ലാ സ്ഥലവും ഇതുപോലെ ചെയ്യുമ്പോൾ ഓരോ സ്ഥലവും വികസിക്കുന്നു. അത് സാമ്പത്തികമായി കേരളത്തിലെ ഗുണമേ ചെയ്യൂ, ഒരിക്കലും ദോഷം ചെയ്യില്ല. ഓരോ സ്ഥലവും വൃത്തിയാക്കുക വഴി അത്